ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. യഹൂദന്മാരുടെ ആരാധനയുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലം ജെറുസലേം ദേവാലയം. ആ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം 90 മീറ്റർ ഉയരത്തിൽ നിന്ന് സ്വയം താഴേക്ക് ചാടുന്ന ഒരു പ്രവൃത്തി ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന, ജനക്കൂട്ടത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രകടനമായി അത് മാറുമായിരുന്നേനെ. യേശുവിനെ അവർ കാത്തിരിക്കുന്ന മെശിഹായായി എല്ലാ ഇസ്രായേലിനും ലോകത്തിനും വ്യക്തമായി കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന ഒരു ശക്തി പ്രകടനത്തിനായി സാത്താൻ തന്നെ അനുസരിക്കുവാനുള്ള ഒരു ആഹ്വാനം യേശുവിനോട് നടത്തുകയാണ്. ഇവിടെ സാത്താൻ ദൈവത്തിൻ്റെ വചനം തന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഒരുപക്ഷെ തൻ്റെ മുൻപത്തെ 2 പരീക്ഷകളിലും തിരുവെഴുത്തുകളെ ആശ്രയമാക്കി തന്നിൽ നിന്ന് വഴുതിപ്പോയ യേശുവിനെ ആ തിരുവെഴുത്തുകളിൽ നിന്നുകൊണ്ട് തന്നെ കൊടുക്കുവാനുള്ള ഒരു അവസാനത്തെ പരിശ്രമം. സങ്കീർത്തനം 91-ാം അധ്യായത്തിലെ 10ഉം 11ഉം വാക്യങ്ങളാണ് സാത്താൻ തൻ്റെ സ്വരത്തിൽ ഇവിടെ ഉച്ചരിക്കുന്നത്. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്ന ആ തിരുവെഴുത്തിനെ വളച്ചൊടിച്ച് ഇവിടെ തക്കത്തിൽ ഉപയോഗിക്കുന്ന സാത്താൻ, നീ ദൈവപുത്രനായതുകൊണ്ട് നീ എന്ത് ചെയ്താലും എല്ലാ ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന ഒരു ബോധ്യം കുത്തിവെക്കാൻ ശ്രമിക്കുന്ന സാത്താൻ. എന്നാൽ ഇവിടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി തിരുവെഴുത്തുകളെ ആശ്രയിച്ച് സാത്താനെ പരാജയപ്പെടുത്തുകയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് ഇപ്പോൾ ക്രിസ്തു ഇവിടെ പരാമർശിക്കുന്നത്. മാസായിൽ വെച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും ജാഗരൂകതയോടെ പാലിക്കണം. നിങ്ങൾക്ക് നന്മയുണ്ടാകും എന്ന് നസ്രായൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആ തിരുവെഴുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരെ വരുന്ന പരീക്ഷകൾ അത് നേരിടുവാനുള്ള മനക്കരുത്ത് ഞങ്ങൾക്ക് സമയാസമയം തരുന്നതിനായി നിനക്ക് ഞങ്ങളോട് കനിവുണ്ടാകണമേ. തിന്മകളൊക്കെയിൽ നിന്നും ദോഷങ്ങളൊക്കെയിൽ നിന്നും തിന്മപ്പെട്ട മനസ്സൊക്കെയിൽ നിന്നും വേശ്യ ദോഷചിന്തയിൽ നിന്നും ശത്രുക്കളൊക്കെയിൽ നിന്നും ചതിവിനോട് സ്നേഹക്കാരിൽ നിന്നും പിശാചുക്കളുടെ പരീക്ഷയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും അശുദ്ധപ്പെട്ട വികാരങ്ങളിൽ നിന്നും മ്ലേച്ഛതപ്പെട്ട മോഹങ്ങളിൽ നിന്നും സാത്താനെടുത്ത വിചാരങ്ങളിൽ നിന്നും തിന്മപ്പെട്ട സ്വപ്നങ്ങളിൽ നിന്നും ഒളിക്കപ്പെട്ട കെണികളിൽ നിന്നും മെനക്കെടപ്പെട്ട വചനങ്ങളിൽ നിന്നും വൻ ചതിവുകളിൽ നിന്നും തിന്മപ്പെട്ട ഉത്തരപ്പിൽ നിന്നും ഇഹലോകത്തിനടുത്ത സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ എന്ന ഞങ്ങളുടെ എല്ലാ സന്ധിയിലുമുള്ള പ്രാർത്ഥന ദൈവമേ നീ കേൾക്കുവാനും ഞങ്ങൾക്ക് നിൻ്റെ കാവൽ എപ്പോഴും കോട്ടയായിരിക്കുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.